കോഴിക്കോട് ബേപ്പൂർ സ്റ്റേഷനിൽ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായെന്ന് യുവാവിന്റെ പരാതി. 20-കാരനായ ബേപ്പൂർ സ്വദേശി അനന്തുവാണ് മർദ്ദനത്തിനിരയായത്. അതേസമയം അനന്തുവും സുഹൃത്ത് അർജുനും കഞ്ചാവ് വലിച്ചെന്ന പേരിൽ ബേപ്പൂർ പോലീസ് കേസെടുത്തു. അനന്തുവിനെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകുമെന്ന് പിതാവ് ഷിബു കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പട്ടിക കൊണ്ട് തലയുടെ പിറകിലുൾപ്പെടെ അടിച്ചതായും അനന്തുവും പറഞ്ഞു. കോഴിക്കോട് ബേപ്പൂർ പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ വൈകിട്ടാണ് യുവാവിന് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാവേണ്ടി വന്നത്. 20-കാരനായ അനന്തു എന്ന് പറയുന്ന അദ്ദേഹം വിദ്യാർത്ഥി കൂടിയാണ്. അനന്തു ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ആയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് അനന്തുവിനോട് തന്നെ നമുക്ക് ചോദിക്കാം. കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ് അനന്തു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? പോലീസ് അതിക്രൂരമായി നിങ്ങളെ തല്ലിച്ചതക്കുകയായിരുന്നു. എന്നെ പട്ടികയായിട്ട് വന്നിട്ട് അടിക്കുക ചെയ്ത് സാറ്. എന്നെ വണ്ടി വിട്ട് തരാറിഞ്ഞിട്ട് സ്റ്റേഷനിൽ വരികയാണ്, ഫ്രണ്ടിനും വണ്ടിയും വിട്ട് തരാറിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് എന്നോടൊന്നും ചോദിക്കണം, എന്നെ റൂമിൻ്റെ ഉള്ളോട്ട് കൊണ്ടുപോയിട്ട് അടിക്കുക ചെയ്ത്. എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ അവിടെ നിൽക്കുന്നുണ്ട്, അതുകൊണ്ട് അവനൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്നെ കൈകിട്ട് എന്തോ ഒരു ശത്രുത ഉള്ള മാതിരി പട്ടിക വെച്ച് അടിക്കുക ചെയ്ത്. ബാക്കിയുള്ള പോലീസുകാരൊക്കെ ഇതൊക്കെ പോലീസുകാരൻ കുത്തിയതാണ്. ആ സാറ് അടിച്ച് ഞാൻ കുഴഞ്ഞ് വീണ് എണീച്ച് വന്നിട്ട് പിന്നെയും അടിക്കുക, എന്തോ ശത്രുത ഉള്ള മാതിരി. അല്ലാണ്ട് സാധാ കൊല്ലാനുള്ള അടി തന്നെ അടിച്ചിട്ടുണ്ട്. തലേൻ്റെ ബാക്കിൽ ഇവിടിക്ക വീക്കുക, ഈ കഴുത്തിൻ്റെ ഇവിടിക്ക, അത് അങ്ങനെ തന്നെ അടിച്ചത് തന്നെ, കുഴച്ചിടാൻ വേണ്ടി തന്നെ അടിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല പാടുകളുണ്ട്. ഇതൊക്കെ ലാത്തി കൊണ്ടാണ് പട്ടിക വെച്ചടിച്ചത്. ഇവിടേക്ക് ഇതൊക്കെ അടിച്ചു പൊട്ടിച്ചതാണ്. ശരിക്കും അതിനുകൊണ്ട് ഞാൻ എണീച്ചതാണ്. അതിൽ മൂക്കിന് 2 അടിയിട്ടും കിട്ടിയിട്ടുണ്ട് പട്ടിക വെച്ചിട്ട്. ഇത് ഞാൻ എൻ്റെ കൈ പൊട്ടിയെന്ന് എനിക്ക് എന്തായാലും തോന്നിയിട്ടുണ്ട്. ഞാൻ ആ തല പൊന്തിച്ചതിൽ പട്ടിക വെച്ചിട്ട് അടിക്കരുത്. അതിൽ ഞാൻ പട്ടി കൊണ്ട് മുഖത്ത് ഫുള്ള് വീശി അടിക്കാതെ ചെയ്യണം സാറ്. നിർത്തണമെന്നില്ല, അടിച്ചിട്ട് ഇവിടെ അടിച്ച് അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തല കുനിച്ചപ്പോൾ പിന്നെ തലേൻ്റെ ബാക്കിൽ അടിയോടെ ഈ കഴുത്തിൻ്റെ ഇവിടെ, അതാണ് ഇപ്പോൾ കഴുത്തിൽ തെറ്റ്, ഇവിടെ ഫുള്ള് വീക്കാണ്. നിങ്ങൾ പഠിക്കുകയല്ലേ അല്ലേ? എങ്ങനെ? ഞാൻ AC മെക്കാനിക്കിൻ്റെ ഒരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നടക്കാവ് വെസ്റ്റ് ഇതിലാണ് പഠിക്കണേ. ഗവൺമെൻറ് എക്സാമാണ്, അപ്പം പോളിയിൽ നിന്നാണ് എക്സാം നടക്കുന്നത്. പ്രൈവറ്റ് കോളേജ് ആയതുകൊണ്ട് പിന്നെ എക്സാം നടന്നുകൊണ്ടിരിക്കും. ഈ ബൈക്കിൽ ട്രിപ്പിൾ കയറ്റിനാണ് നിങ്ങൾ ആദ്യം പിടിച്ചത് അല്ലേ? ട്രിപ്പിളിനാണ് പിടിച്ചത്. പിന്നെ ട്രിപ്പിളൊന്നുമില്ല, ഇപ്പോൾ 2 ആൾക്ക്, എനിക്ക് ഒരു ഫ്രണ്ടിനാണ് കേസ് എടുത്തതെന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ ആൾക്ക് കേസേ ഇല്ല, മൂന്നാമത്തെ ആളും ഇല്ല, ഇപ്പോൾ ട്രിപ്പിൾ എടുത്ത കേസും ഇല്ല. അപ്പോൾ ആകെ എനിക്ക് 5 വയസ്സ്, എനിക്ക് ഇവിടുന്ന് അടി കിട്ടി എന്നുള്ള പ്രശ്നമൊക്കെയാണ്. ഇന്നിപ്പം പോലീസ് FIR ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ അടുത്ത് നിന്ന് കഞ്ചാവ് പിടികൂടി എന്ന രീതിയിലാണ്. ഇന്നലെ ഞാനിവിടെ ഹോസ്പിറ്റലിൽ, ഇന്നലെ രാത്രി എൻ്റെ അച്ഛനും ഇവരൊക്കെ അവിടെ ഉണ്ട്. അതുവരെ ഒരു കേസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഞങ്ങളെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവർക്ക് കേസിലുള്ളതുണ്ട്, വീട്ടുകാരെയും വിളിക്കുക. ഇത് ഒന്നുമില്ലാണ്ട് അമ്മൻ്റെ മുന്നിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയൊക്കെ അവിടെ ഇരുന്ന് പോയിട്ടുണ്ട്. അടി കിട്ടണായിട്ട് അവൻ്റെ അമ്മയും കരയാണ്, എൻ്റെ ഫ്രണ്ടൊക്കെ പേടിച്ച് പോയിട്ടുണ്ട്. അങ്ങനത്തെ അടിയാണ് അടിച്ച്. ഞാനൊരുത്തനെയും കൂട്ടിയിട്ടാണ് വന്ന് ഓനെ പിടിച്ച് പുറത്തേക്കാക്കി. സ്റ്റേഷനിലുള്ള ആൾക്കാരൊക്കെ പുറത്തേക്കാക്കി, ഫുള്ള് പൂട്ടിക്കാഞ്ഞ് പോലീസ് സ്റ്റേഷൻ പൂട്ടിയിട്ടിട്ട് അടിക്കണം. ഇനി പുറത്തുനിന്ന് ഒരാൾ വരാണ്ടിരിക്കാനോ, അപ്പുറത്തുനിന്ന് ആൾക്കാർ, എൻ്റെ നാടൻ, എൻ്റെ വീട് തൊട്ടടുത്താണ്, എൻ്റെ ആ തൊട്ടടുത്തുള്ള ഇടവയിന്നാണ് പിടിച്ച്. സ്റ്റേഷൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെയാണ് മർദ്ദനം ഉണ്ടായത്? ലോക്കപ്പിനകത്തായിരുന്നു? ലോക്കപ്പിൻ്റെ അകത്തല്ല, ഒരു റൂമുണ്ട് ക്യാമറ ഇല്ലാത്ത, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അടിക്കുക ചെയ്തത്. അച്ഛനാണല്ലേ? ഇനിയിപ്പോൾ നിങ്ങളുടെ ഈ ഒരു വിഷയത്തിൽ എങ്ങനെ നടപടികൾ തുടർന്ന്? അന്ന് തന്നെ സ്റ്റേഷൻ അവിടുത്തെ CIക്ക് രേഖാമൂലം, ഇന്നലെ തന്നെ രേഖാമൂലം കംപ്ലൈൻറ്റ് കൊടുത്ത് ഈ 4 പോലീസുകാർക്കെതിരെ നടപടി എടുക്കണമെന്നും SIക്ക് നടപടി എടുക്കണമെന്നും SIൻ്റെ മെഡിക്കൽ പരിശോധന നടത്തണമെന്നും, അയാൾ മദ്യപിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടാകാം. അല്ലാതെ ഒരു കുട്ടീനെ ഈ കോലത്തിലാക്കണമെങ്കിൽ അങ്ങനെ സാമാന്യ ബോധമുള്ള ഒരാൾക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മയക്കുമരുന്നോ എന്തെങ്കിലും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടാകാം. അതിനെക്കൊണ്ട് ഞങ്ങൾ CI സാറോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, സാറേ ഞങ്ങൾ ഈ കംപ്ലയിൻറ്റ് എഴുതിയാൽ സാർ വായിക്കണം, ഇതിനകത്ത് ഇയാളെ 24 മണിക്കൂറിനുള്ളിൽ ഇയാളെ ബോഡി ചെക്കപ്പ് ചെയ്യണം. ഇതുവരെ ഞങ്ങൾ ഇന്നലെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുത്ത് CIനോട് ചോദിക്കുകയും ചെയ്ത്, നാളെ ഞങ്ങളെ പേരിൽ വരുമോ കഞ്ചാവ് കേസ് എന്ന് ചോദിച്ചു. എങ്ങനെ വരാനായിട്ട് ഇവിടെ ഫുള്ള് CCTV അല്ലേ എന്ന് ആ CI, നിങ്ങൾ പോയിട്ട് ശേഷം പോയിട്ട് ആ സ്ക്രീനിൽ പരിശോധിച്ചാൽ ഞങ്ങൾ പറയുന്ന വാക്കുകൾ അതിൽ ക്ലിയറായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. ഇത്രയും മോശമായിട്ടുള്ളൊരു ഇത് എന്താ ഉണ്ടായിസം, ഒരു റൗഡിസാണ് ആ പോലീസ് സ്റ്റേഷൻ നടന്നത് ഇന്നലെ. നിങ്ങൾ ഇനിയിപ്പോൾ എന്താണ് തുടർ നടപടികൾ? പരാതി എങ്ങനെയൊക്കെ പോകും? ഞങ്ങളിപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ ഇറങ്ങാൻ ഞാൻ വക്കീലടുത്ത് പോവുകയാണ്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കാൻ പോവുകയാണ്, DGPക്ക് പരാതി കൊടുക്കണം, കമ്മീഷണർക്ക് പരാതി കൊടുക്കണം. ACPക്ക് ഞങ്ങൾ ഇന്നലെ തന്നെ എല്ലാവരും AC ഇന്ന് 11 മണിയാകുമ്പോഴേക്ക് ACP ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലാണ്, മോൻ്റെ പ്ലാസ്റ്റർ ഇടുകയാണ്,
അതിനെന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വിവരം അറിയിക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ വക്കീലിനെ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ വക്കീൽ പറഞ്ഞ് നിങ്ങൾ വരും, നമുക്ക് ഉടനെ തന്നെ ഫാക്സ് അയക്കാം മുഖ്യമന്ത്രിക്ക്, എന്നിട്ട് അതിൻ്റെ നടപടി എന്താണെന്നുള്ളത് ഓല് നോക്കട്ടെ, ബാക്കി കേസുകളൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഞങ്ങളെന്തായാലും മരിക്കണ വരെ അത് പോരാ. ഈ അനന്തുവിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വസ്തുക്കൾ അവർ പിടികൂടിയിരുന്നു? ഒന്നും പിടിച്ചിട്ടൊന്നുമില്ല. ഞാൻ സ്റ്റേഷനിലേക്ക് കയറി വന്നിട്ടേ ഉള്ളൂ. വിരലും എന്നെ അടിക്കുകയാണ്. ഇന്നെ റോട്ടിൽ പോകുന്ന അപ്പം തന്നെ പോക്കറ്റൊക്കെ തപ്പി. അപ്പോൾ ഓൽക്കൊന്നും കിട്ടിയിട്ടില്ല. ഓലിനോട് വണ്ടി എടുത്തിട്ട് ബാക്കിൽ പോന്നോ അങ്ങനെയാണ് പറഞ്ഞത്. ഈ ബൈക്ക് പിടികൂടിയത് എവിടെ? ഒരു ഇടവയിൽ വെച്ചിട്ട് എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഇടവയിൽ തന്നെയായിരുന്നു പിടിച്ചത്. ഇവിടെ ഹോസ്പിറ്റലിൽ വരെ പോലീസുകാർ വന്നിട്ട് പറയണം പ്ലാസ്റ്ററൊക്കെ ഇടണോ, അങ്ങനെയൊക്കെയാണ് ഡോക്ടർമാരെ കൂട്ടി കൊണ്ടുപോയിട്ട് ചോദിക്കണം പ്ലാസ്റ്റർ ഇടേണ്ട ആവശ്യമുണ്ടോ. പോലീസുകാരനാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചത്? അല്ലല്ല, എൻ്റെ വീട്ടുകാരെ എത്തിച്ച്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുക ചെയ്ത്. എന്നിട്ട് അവിടെ ഓലെ വീട്ടുകാരെ കാണിച്ചപ്പോൾ ഓലെ വീട്ടുകാരെ എൻ്റെ അച്ഛനെയൊക്കെ വിളിച്ചു. ഇത് എത്ര നേരം നിങ്ങൾ അടിച്ചു പോലീസ്? ഇത്ര നേരം അടിച്ചിരുന്നു, കുറച്ചു നേരം അതിൻ്റെ ഉള്ളിലിട്ട് അടിച്ചിരുന്നു. ബോധം അടിച്ചിരുന്നു. തല ഇറങ്ങി ഞാനവിടെ വീണു. സാറിൻ്റെ ഇത് അടിച്ച് പൊട്ടണ വരെ അടിച്ചാ. ബടി അടിച്ച് ഇതാ ബടി അടിച്ച്, രണ്ട് ഭാഗത്തും ഇതുണ്ട്. ഇതെല്ലാം കണ്ടോ സാറേ? ഞങ്ങളെന്താ പറയണമെന്ന് അറിയോ, ഇവന് നിയമവിരുദ്ധ പ്രവർത്തനം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് കേസെടുക്കണോ? അത് പോലീസിൻ്റെ പണിയാണ്. ഒരിക്കലൊരു കുട്ടീനെ അങ്ങനെ മർദ്ദിക്കാൻ പോലീസിന് അവകാശം കൊടുത്ത് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ചില്ലറ പോലീസുകാരുണ്ട്. ഇവനെ 20 വയസ്സായ ഒരു കുട്ടീനെ പിടിച്ചാൽ ഉടനെ രക്ഷകർത്താക്കൾ ഇനി കഞ്ചാവോ MDMA എന്ത്, ഞാൻ ഇന്നലെ ചോദിച്ചതാണ് CIനോട്. അപ്പോൾ CI സാർ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതൊന്നും പ്രശ്നമില്ല, ഇന്നലെ രാത്രി വരെ ഇവൻ്റെ പേരിൽ യാതൊരു കേസും ഇല്ല എന്നാണ് പറഞ്ഞത്. ഈ പോലീസുകാരൻ ഏതോ പാവപ്പെട്ട കൊച്ചിയിലുള്ളതാണല്ലോ, പ്രൊബേഷനായിട്ടാണ് SI ആണ് ഇവൻ. വളരെ ഇപ്പോൾ ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട വീട്ടിലെ ഒരു ചങ്ങാതിയില്ല. ഇനി ഞങ്ങളെ 3 ആളെ മുഴുവൻ സ്വത്ത് വിറ്റ് പോവുകയാണെങ്കിലും ശരി, ഇവനത് ചെയ്തിച്ചോളിനെ കൊണ്ട് മറുപടി പറയിക്കണ്ടേ? തീർച്ചയായിട്ടും പറയിക്കണ്ടേ. നിങ്ങളിതിന് മുന്നിട്ട് ഇറങ്ങണം. ഒരു കുട്ടീനെ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയ പോലീസ് കസ്റ്റഡിയിലെടുക്കണോ? അതൊക്കെ ശരിയാണ്. സമൂഹത്തിന് വിപത്തുള്ള കാര്യം ഇവൻ ചെയ്തിട്ടാണെങ്കിൽ ചെയ്യണം. അത് രക്ഷാകർത്താക്കളെ അറിയിച്ചിട്ട് അതിനുള്ള നടപടി കേസെടുക്കുക. പിന്നെ നോൺ വൈലബിൾ ഒഫൻസ് ആണെങ്കിൽ കോടതിയിൽ ഹാജരാക്കുക. അങ്ങനെ പരിപാടികളില്ലേ? ഇതൊരു കുട്ടീനെങ്ങനെ ഈ ചങ്ങായി എന്നെ വിടണേ? എന്നോട് പറഞ്ഞു എൻ്റെ പേരിൽ കേസൊന്നുമില്ല, നാളെ ഇങ്ങോട്ട് വരണം, ഇനി ചത്തോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്നാണ് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ആയിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ചാവെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് തലേനെ അങ്ങനത്തെ പട്ടിക വെച്ചിട്ടാണ് അത്രയും വിളിച്ചടിച്ച്. എന്തായാലും ഈ അതിക്രൂരമായൊരു മർദ്ദനം തന്നെയാണ് നടന്നത് എന്നാണ് അനന്തുവിൻ്റെ രക്ഷിതാക്കളും ഒക്കെ പറയുന്നത്. ഈ സംഭവത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവരെ പരാതിയുമായി സമീപിക്കാൻ തന്നെയാണ്. ഏതറ്റം വരെയും നിയമ പോരാട്ടം തുടരും എന്നുകൂടി ഇവർ വ്യക്തമാക്കുകയാണ്. ക്യാമറ പേഴ്സൺ സജി തറയിലിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.